ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ എഫ്എസ്യൂട്ടിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഓൾറെഡി അത് ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തു, പക്ഷേ അത് എനിക്ക് അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിയില്ല. സോ ഞാൻ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും എൻ്റെ എഫ്എസ്യൂട്ടിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. കാരണം ഞാനാണെന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ എഫ്എസ്യൂട്ടിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ, ഓരോ വീഡിയോസിനകത്താണെങ്കിലും നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ ആൻസർ തരാറുണ്ട്. അപ്പോൾ എനിക്കും അറിയത്തില്ല എന്താണ് ഇതിന് മാത്രം പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇനി ഒരാൾക്ക് പോലും എഫ്എസ്യൂട്ട് എന്താണോ അല്ലെങ്കിൽ എന്താണെന്ന് പുതിയ വരുന്ന പിള്ളേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. എന്നാലും കുറേ മെയിൻ എല്ലാവർക്കുള്ള ഡൗട്ട്സ് ഉണ്ട്. അതിനി ഒരിക്കലും ഉണ്ടാവരുത്. കാരണം എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കേസായത്. അപ്പോൾ നമുക്കാണെങ്കിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആവണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ വായിക്കാം. എഫ്എസ്യൂട്ടിൻ്റെ സ്റ്റൈഫൻഡ് സേവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വേറൊരു കാര്യത്തോടെ പറയാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാം. അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഈസി. അപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 400 യൂറോ ആയിരുന്നു. ഈ 400 യൂറോയിൽ എനിക്ക് ഇവിടുത്തെ കാര്യവും നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു ഇവിടുത്തെ. അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അയച്ചു കൊടുക്കേണ്ട ആവശ്യത്തിനാണെങ്കിൽ എനിക്ക് വീട്ടിലും കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ അത് ഓരോ പിള്ളേരെ അനുസരിച്ചിട്ടിരിക്കും. കാരണം ഞാനങ്ങനെ എല്ലാ മാസവും പോയി ഷോപ്പ് ചെയ്യുന്ന ഒരാളല്ല. അതായത് ഫുഡ് ഐറ്റംസ് ഷോപ്പ് ചെയ്യും, എങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ പോയി ഞാൻ പർച്ചേസ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ പോകാറില്ല. വേണമെന്ന് തോന്നുക, ഇപ്പം എനിക്ക് നാളെ ഒന്ന് കടയിൽ പോകണമെന്ന് തോന്നുക, അപ്പം ഞാൻ പോയി വാങ്ങും. അതല്ലാണ്ട് ഞാൻ വാങ്ങുന്ന ഒരു ടൈപ്പ് അല്ല. അപ്പം അങ്ങനെ എടുക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടായാൽ മതി. അതല്ലാണ്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഓക്കെയാണ്. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പൈസയും കാര്യങ്ങളും ഈ 400 യൂറോ എനിക്കുണ്ടായിരുന്നു. ചിലർക്ക് 500 കിട്ടാറുണ്ട്, ചിലർക്ക് 550 കിട്ടാറുണ്ട്. സോ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ട്രെയിനിൻ്റെ എക്സ്പെൻസ് എടുത്തോളും. അപ്പോൾ പിന്നെ എനിക്ക് വേറെ വിഷയം വരുന്നില്ലല്ലോ. എനിക്ക് ട്രാവൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ അല്ലേ, അവരെടുക്കുകയാണ്. ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനാണെങ്കിൽ അവരെടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് പേ ചെയ്യും, പിന്നെ നെക്സ്റ്റ് മന്ത് അവരെനിക്ക് പൈസ തിരിച്ചു തരും. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ എനിക്കത് കുഴപ്പമില്ല, അതുകൊണ്ട് ഇഷ്ടമില്ല. എല്ലായിടത്തും എല്ലാ ഓർഗനൈസേഷനും ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അതുപോലെ പ്രത്യേകിച്ച് ഹൗസ് ബിൽഡിങ്ങിന് കയറുന്ന ടൈമിൽ പ്രത്യേകിച്ച് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. എഫ്എസ്യൂട്ടിന് പിന്നെ ഓക്കെ ആയിരിക്കും. ഹൗസ് ബിൽഡിങ്ങിൻ്റെ ടൈമിൽ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. എനിക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഓരോ ആൾക്കാർക്കും അവരവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവും. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ചിലർ പറയും എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, പിന്നെ ആ കൊച്ചിന് അങ്ങനെ പറയുന്നേ എന്നൊക്കെ ഒരു ടോപ്പിക്ക് വന്നേക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ആൻഡ് B2 മൊഡ്യൂള് വെച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമോ? ഈ ലാംഗ്വേജിൻ്റെ കേസ് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഡൗട്ടുള്ളൊരു കേസാണ്. ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം A1 A2 B1 B2 ഇതാണ് വരുന്നത്. നമുക്ക് ഈ എഫ്എസ്യൂട്ടിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ A2 ലാംഗ്വേജ് മുതൽ അങ്ങ് മുകളിലേക്ക് നമുക്ക് എഫ്എസ്യൂട്ടിന് ആപ്ലിക്കേഷനായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഏജൻസി വിളിച്ച് ചോദിക്കുമ്പോൾ അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ A2 ലാംഗ്വേജ് എഴുതിയെടുക്കാൻ വേറൊരു റീസൺ ഉണ്ട്. എഴുതിയെടുത്ത ശേഷമാണ് ഞാൻ എൻ്റെ എഫ്എസ്യൂട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആ ടൈമിൽ ഞാൻ B1 B2 പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ, പഠിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം എൻ്റെ ഇത് കഴിയണം, +2 കഴിയണം. ഞാൻ +2 പാസ്സായിട്ടില്ല. പാസ്സാവുമെന്ന് അറിയത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഞാൻ ആ ടൈമിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ B1 B2 അത് കഴിഞ്ഞാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ B1 B2 സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കെ ഞാൻ A2 ലാംഗ്വേജ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ത്രൂ കൊണ്ടുപോയി. പക്ഷേങ്കിൽ എനിക്ക് കുറേ റിജക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജിൻ്റെ ബേസ് ചെയ്ത് വന്നു, അതുപോലെ അക്കോമഡേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ വന്നു, അതുപോലെ ഇവിടെ പ്ലേസ് ഇല്ല നിലവിൽ എന്നും പറഞ്ഞിട്ട് വന്നു. കാരണം ഞാൻ കൊടുത്ത ടൈം ജൂണോ മറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബറിലേക്ക് പ്ലേസ് ഇല്ല എന്ന് പറഞ്ഞ് കുറേ പേർ റിജക്റ്റ് ചെയ്ത് വിടും. അത് സ്വാഭാവികമാണ്. അതിലൊന്നും നമ്മൾ സങ്കടം വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ പോയി. അപ്പം നമുക്ക് ലാംഗ്വേജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ A2 ഇപ്പം കംപ്ലീറ്റഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. A2ൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. A2 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, ഇല്ല സർട്ടിഫിക്കറ്റ് ഇല്ല B1 B2 പഠിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ലാംഗ്വേജ് ഇല്ലാണ്ട് എടുക്കുന്നവരുണ്ട്. വിച്ച് മീൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ലാംഗ്വേജ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാം. A2 പഠിക്കാം, B1 പഠിക്കാം, B2 പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കാം. ഞാൻ ചെയ്ത പോലെ കൂടെ കൊടുക്കാം. എന്നാലും നിങ്ങൾ എടുക്കുന്നവരുണ്ടാവും. അതുപോലെ
1 2 മൊഡ്യൂൾ വെച്ചിട്ട് എടുക്കുന്നവരുണ്ടാവും, കുഴപ്പമില്ല. ചിലർക്ക് ഫുൾ മൊഡ്യൂൾ നിർബന്ധമാണ്. അത് B1 ആണെങ്കിലും B2 ആണെന്നുണ്ടെങ്കിലും ചിലർ പറയും ഞങ്ങൾക്ക് B2 ഉള്ളവരെ എടുക്കുള്ളൂ, അത് ഫുൾ മൊഡ്യൂൾ തന്നെ വേണം. അല്ലെങ്കിൽ B1 ഉള്ളവരെ എടുക്കുള്ളൂ, അത് ഫുൾ മൊഡ്യൂൾ തന്നെ വേണം. ചിലർക്ക് A2 ഓക്കെ ആയിരിക്കും, ചിലർക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എല്ലാവരും എല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല, ചിലത് അക്സെപ്റ്റ് ചെയ്യും. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. A2 ഫുൾ മൊഡ്യൂൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും A2 ഫുൾ ഉണ്ടെങ്കിൽ, A2 പാസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാം. അത് ഗോയിത്തെ എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് A2 കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരും, ഉറപ്പായിട്ടും കിട്ടും. റിജക്ഷൻ ഉറപ്പായിട്ടും വന്നിരിക്കും. അതുപോലെ ചിലപ്പോൾ ഒരു 5% ഹോപ്പ് നിങ്ങൾക്ക് കൊടുക്കാം. ആ 5% കിട്ടും, കാരണം കിട്ടിയ പിള്ളേരെ എനിക്കറിയാം. ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് പിള്ളേരെ FSUന് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ഒരു ഇതിലൂടെ ഞാൻ പറയുന്നതാണ് കേട്ടോ. എനിക്കും വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല, സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ പിള്ളേരെ കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം മൊഡ്യൂൾസും കൊടുക്കാം, മൊഡ്യൂൾസ് ഇല്ലാണ്ടും കൊടുക്കാം, അതുപോലെ ഫുള്ളും വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ കേസിൽ അടിപൊളിയായിട്ട് എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി. കാരണം എനിക്ക് ആദ്യം ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇവിടെ നമ്മൾ മരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മാരി അവസ്ഥയായിരുന്നു. കാരണം ഇവരെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന് B2 കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ഇവരെന്താ പറയുന്നത്, ഇപ്പം എന്താ പറയുന്നത് എന്നുള്ളൊരവസ്ഥയാണ്. കാരണം ഇവിടെ വന്ന് ഇറങ്ങിയത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞാനും എൻ്റെ കസിനും കൂടെ ഇവിടെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി എൻ്റെ കോണ്ടാക്ട് പേഴ്സണെ കണ്ട് ആൾ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ ജർമ്മനിൽ കിടന്ന് പറയാണ്. പൊന്നയാ മതി, ഇതൊന്നും മനസ്സിലാവുന്നില്ല പുള്ളി എന്താ പറയുന്നതെന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പം അവന് ജർമ്മൻ അറിയത്തില്ല, കസിന്. അപ്പം അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, A1 കണ്ട കഴിഞ്ഞുണ്ടായിരുന്നുള്ളൂ. അവൻ മാസ്റ്റേഴ്സിന് ഇവിടെ വന്നേക്കണായിരുന്നു. ഞാനും ഇങ്ങനെ എന്ത് പുള്ളി പറയുന്ന പകുതി കേസ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഡേ ആയിക്കോട്ടെ സെക്കൻഡ് ഡേ ആയിക്കോട്ടെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ടും ഒരു മാസത്തോളം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇവിടെ നമുക്ക് ഫോണൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ജോലി സ്ഥലത്ത് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊളീഗ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ ജോലിയുള്ള ടൈമിൽ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഓരോ ആൾക്കാർക്ക് ഫോൺ കൊടുക്കാൻ പറയും. എനിക്ക് മനസ്സിലാവേണ്ടത് ഇത് മനസ്സിലാവില്ല. പിന്നെ ചില അമ്മമാർക്ക് ഫുഡ് കൊടുക്കാൻ നമുക്ക് വാരി കൊടുക്കേണ്ട ടൈമിലൊക്കെ അവർക്ക് ചിലപ്പോൾ മതി എന്ന് പറയും, അല്ലെങ്കിൽ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും. ഫുഡിൻ്റെ ഓരോ ഫുഡുകളുടെ പേര് പറയും, അത് മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് ഓർത്താൽ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. ആകെ കർട്ടോഫിൽ നിന്ന് മാത്രം അറിയാമായിരുന്നു നാട്ടിൽ നിന്ന് കയറി വന്നപ്പോഴത്തേക്ക്. വേറൊരു ബാക്കി അറിയാണ്ടാണല്ലോ കയറി വരുന്നത്. അങ്ങനെ പഠിച്ചിട്ടില്ലല്ലോ. പഠിപ്പിക്കും ഓരോ വെജിറ്റബിൾസിൻ്റെ പേരൊക്കെ, പക്ഷെ നമ്മളത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ ഒന്നും പഠിച്ചിട്ടില്ല. അമ്മാരി അവസ്ഥയിലായിരുന്നു. പക്ഷേ എനിക്കൊരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റിയത് എൻ്റെ കൊളീഗ്സൊക്കെ എപ്പോഴും പറയും. ഞാൻ അവിടെ തന്നെ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഹൗസ് ബിൽഡിങ്ങിന്. അപ്പോൾ അവരിപ്പോഴും പറയും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറയും. അതുകൂടാണ്ട് എനിക്ക് ഏറ്റവും ഹാപ്പി ആയി തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഹൗസ് ബിൽഡിങ് പഠിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ആദ്യമായിട്ട് പോയി മിണ്ടുക. ഇപ്പോൾ ആരുടെ അടുത്തേലും നമ്മൾ ആദ്യമായിട്ട് പോയി മിണ്ടുക. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, ഇന്ത്യയിൽ നിന്ന് വരുന്നത്. എന്നിട്ട് ഇത്ര അടിപൊളിയായിട്ട് ജർമ്മൻ സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരുടെ ഒരു ലാംഗ്വേജ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുമല്ലേ, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടിവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. അവിടെ കുളിക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നപ്പോൾ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 അമ്മമാരെ കണ്ടു. അവരിപ്പോൾ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് എവിടെ വീടെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ലൈക്ക് ഇവിടെ ജർമ്മനിയിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു. അവരും അവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ എവിടെയോ അടുത്തുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. ഇത്ര അടിപൊളിയായിട്ടാണ് ജർമ്മൻ സംസാരിക്കുന്നത്, വന്നിട്ട് 2 കൊല്ലമായുള്ളൂ, ഇത്ര അടിപൊളിയായിട്ട് ജർമ്മൻ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം 2 കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 കൊല്ലമായി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ നാട്ടിൽ നിന്ന് B2 കഴിഞ്ഞിട്ടാണ് വന്നത്. എങ്കിലും ഇവർ പറയുന്നവരുടെ ഭാഷ ഭയങ്കര പാടുള്ള ഭാഷ. ശരിയാണ്, ഇവർക്ക് തന്നെ ദർദീദസൊക്കെ ഇവർക്ക് തന്നെ മാറിപ്പോകും. ഇപ്പം എൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചെറുക്കൻ ജർമ്മനാണ്. അപ്പം അവന് തന്നെ ദർദീദസ് മാറിപ്പോവും. ചില സമയത്ത് ഇവർക്ക് ചില വാക്കുകൾ കിട്ടാറില്ല. എൻ്റെ അടുത്തിരിക്കുന്ന ചെറുക്കനൊക്കെ അതെന്തായിരുന്നത് എന്നൊക്കെ എൻ്റെ അടുത്ത് ഞാൻ ഏത് എന്നുള്ള സിനിമയിൽ ഞാൻ അവരെ നോക്കും. കാരണം ഇവരെന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അതെന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ക്ലിക്കാവും, എന്താണോ പറഞ്ഞത്. ഇതിപ്പോൾ അരികും പോലും അറിയാണ്ട് ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കാനുള്ള അവസ്ഥയായിരുന്നു എനിക്കൊക്കെ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്. കാരണം പണ്ടൊക്കെ ഇവരെന്ത് ചളി പറഞ്ഞാൽ പോലും നമുക്ക് ചിരിക്കാൻ അറിയത്തില്ല. ഞാൻ ഇവർ ചിരിക്കുന്നത് ചിരിയാണല്ലോ, തമാശയായി ചിരിക്കാന്നുള്ള ട്രിപ്പിൽ ഞാൻ ചിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാം മനസ്സിലാവാറുണ്ട് അത്യാവശ്യമുള്ള എല്ലാ കേസും. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ കൂടി നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളേക്കാൾ കൂടുതൽ കുറേ ചള്ള് കേസാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിലും പിള്ളേരൊക്കെ ഇരുന്ന് ചള്ള് പറഞ്ഞിങ്ങനെ ചിരിക്കും. ചള്ള് മീൻസ്
വൃത്തികേടല്ല, അല്ലെങ്കിൽ നമ്മളാണെങ്കിലും കോമഡി പറയില്ലേ, തമാശ പറയില്ലേ, അത് ചള്ളു രീതിക്ക് നമുക്ക് തമാശ പറയാൻ പറ്റൂലോ. ഇപ്പം എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിനൊന്നും. അപ്പം ഒരു ക്ലാസ്സിലെ പിള്ളേർ, നമ്മുടെ സ്കൂൾ പിള്ളേർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളവരും. അപ്പോൾ അവരെങ്ങനെയും തമാശ പറയുമ്പോഴത്തേക്കും ഞാനൊരു ചിരിക്കും, കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരിച്ചു പോകുമല്ലോ. അപ്പോൾ ഇവർ പറയും നിനക്ക് ഇതൊക്കെ മനസ്സിലാവും, ചില സാധനങ്ങളൊന്നും നിനക്ക് മനസ്സിലാവില്ല, കാരണം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ചില പൊളിറ്റിക്കോ റിലീജിയനോ ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, എല്ലാ വാക്കുകളും അറിയില്ലെങ്കിൽ. അപ്പം അങ്ങനെ പറയില്ല. ഞാനും ചിന്തിക്കും, ശരിയാണല്ലോ, അതൊക്കെ വേഗം ക്ലിക്ക് ആവണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് നമുക്ക് കേട്ട് കേട്ട് ശീലമായതുകൊണ്ടായിരിക്കും. നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഡെയിലി കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ശീലമായിട്ട് മനസ്സിലേക്ക് വരുന്നത്. സോ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിരുന്നു, അതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഇമ്പ്രൂവ് ആകും, ഉറപ്പായിട്ടും ആകും, എൻ്റെ ആയിട്ടുണ്ട്. പിന്നെ ചോദിച്ചേക്കുന്നത്, നാട്ടിൽ വെച്ച് ഇൻ്റർവ്യൂ കാണുമോ? ഉറപ്പായിട്ടുണ്ടാവും. എനിക്ക് നാട്ടിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് ഫസ്റ്റ് ഒരു സ്ഥലത്ത് കിട്ടി. അത് ഞാൻ B2ൻ്റെ എക്സാം എഴുതാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്ന FSUൻ്റെ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് അക്കോമഡേഷൻ ഇല്ലാത്തതുകൊണ്ട് വരാനായിട്ട് ഞാൻ എടുത്തില്ല അത്. പിന്നെ സെക്കൻഡ് പിന്നെ ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞില്ല, എന്നാലും 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് വേറൊരു ഇൻ്റർവ്യൂ കിട്ടി. അത് ഞാൻ തിയേറ്ററിൽ പോയപ്പോഴത്തേക്കും ഒരു ചെറുക്കനെ കണ്ടു. അവനിപ്പോൾ ഇവിടെ ഉണ്ട്, ജർമ്മനിയിലുണ്ട്. അവനെ കണ്ട്, അവൻ്റെ പേര് പറയുന്നതുകൊണ്ട് അവന് കുഴപ്പമാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ പറയാത്തത്. അപ്പോൾ അവനെ കണ്ടു. അവൻ വഴിയാണ്, അവൻ കൊടുത്ത സ്ഥലത്താണ് എനിക്ക് പിന്നെ ഇൻ്റർവ്യൂ കിട്ടിയത്. അവൻ ഡ്രെസ്ഡനിലും കണ്ടായിരുന്നു, എനിക്ക് ലൈപ്സിഷിലും കണ്ടായിരുന്നു കിട്ടി. അങ്ങനെ എന്തോ ഒരു വ്യത്യാസമുള്ളൂ, സ്ഥലത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ കിട്ടി. അപ്പോൾ അവർ സെലക്ട് ചെയ്തു. എനിക്ക് ഓക്കെ ആയിരുന്നു, അവർക്ക് ഓക്കെ ആയിരുന്നു, ഞാനും ഹാപ്പി, അവരും ഹാപ്പി ആയിരുന്നു. ആ ടൈമിൽ ഞാൻ ത്രൂ ഔട്ട് കൊടുക്കുന്നുണ്ട്, എനിക്കൊരു കോൺട്രാക്ട് കിട്ടുന്നവരെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു സെക്കൻഡ് ഇൻ്റർവ്യൂ ഉണ്ടാവും, കാരണം ഇനി എങ്ങനെയാണ് വിസയ്ക്ക് കൊടുക്കുന്നത്, അതിൻ്റെ ലെറ്റേഴ്സും കാര്യങ്ങളും എഴുതേണ്ട കേസൊക്കെ പറഞ്ഞ് ഇനി ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ നിലവിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻ്റർവ്യൂവിനും കയറി. അപ്പം ഇവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പം നാട്ടിൽ നിന്ന് എന്താണ് നമുക്ക് ഉറപ്പായിട്ട് ഇൻ്റർവ്യൂ കാണും. പിന്നെയും ചില റെയർ കേസസിൽ മാത്രം, അതായത് ഒരു 5% ആൾക്കാർ മാത്രമേ ഇൻ്റർവ്യൂ നടത്താത്തേ ഉള്ളൂ. കാരണം ഞാനിപ്പം എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ FSUന് പിള്ളേരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 2-3 പിള്ളേർക്ക് മാത്രം ഇൻ്റർവ്യൂ നടക്കാണ്ട് അവർ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. മേ ബി അവർക്ക് അത്ര ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും അവർ കൊടുത്തേക്കുന്നത്. സോ അങ്ങനെയും കേസസ് ഉണ്ട്. ചിലപ്പോൾ 1, 2, 3 ഇൻ്റർവ്യൂ കാണും ഒരു സ്ഥലത്ത് തന്നെ. അപ്പം നമുക്ക് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ കൊളീഗ്സിനെ വെച്ച് നടത്താം, അല്ലെങ്കിൽ വിസേൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാൻ നടത്താം, ബാക്കി എന്താണ് വിസ കിട്ടിക്കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് പറയാൻ വേണ്ടി നടത്താം. അങ്ങനെ കുറേ ഇൻ്റർവ്യൂസ് അവർ നടത്തിയേക്കാം. അല്ലാണ്ട് ചിലപ്പോൾ 1, 2, 3 ഇൻ്റർവ്യൂ ഒക്കെ കാണും. യെസ്, അത്രേ ഉള്ളൂ. പിന്നെ FSUൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ചോദിക്കുന്നവരോട്, നമ്മളൊരു സ്കൂൾ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടാവണം. ലൈക്ക് അത് +2 ആവാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് ആവാം, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് +2 തന്നെയാണ്. കാരണം നമുക്ക് ഈ 10ാം ക്ലാസ് വെച്ചിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ വർക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല. +2 അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. 10 എന്ന് പറയുമ്പോൾ ഭയങ്കര ലോ ലെവൽ. അതുമല്ല ഇവിടുത്തെ സ്കൂൾ സർട്ടിഫിക്കറ്റും നാട്ടിലെ സ്കൂൾ സർട്ടിഫിക്കറ്റും തമ്മിൽ നല്ല വ്യത്യാസം കാണും. സ്കൂളിൻ്റെ ഇത് വെച്ചിട്ട് നല്ല വ്യത്യാസം കാണും. എഡ്യൂക്കേഷൻ്റെ രീതി രണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് വരാം. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് A2 ലെവൽ വരെയെങ്കിലും കുറഞ്ഞത് അറിഞ്ഞിരിക്കുക. B2 ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടണ്ടല്ലോ, അതുകൊണ്ട്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് രണ്ടും മെയിനായിട്ട് നോക്കേണ്ടത്. ലാംഗ്വേജ് ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഏജൻസി പ്രൊമോട്ട് ചെയ്യുന്നില്ല, റീസൺ എന്തുകൊണ്ട്? ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് നാട്ടിലുള്ള ഏജൻസിക്കാർ FSUന് പ്രൊമോട്ട് ചെയ്യുന്നില്ല? കുറേ പേര് ചോദിക്കുന്ന ഒരു കേസാണ്. ചേച്ചി FSU നിർത്തിയോ, ചേച്ചി എങ്ങനെ പറഞ്ഞു, ഈ ഇന്ന ഏജൻസിക്കാരെ വിളിച്ചപ്പോൾ ഇനി ആൾക്കാർ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഇത് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന ഒരു കേസായിരുന്നു. സത്യം പറഞ്ഞാൽ ഏജൻസിക്കാർ പ്രൊമോട്ട് ചെയ്യുന്നില്ലാത്തത് എന്താണെന്ന് അതൊരു പ്രോബ്ലം കൊണ്ടാണ്. കാരണം നാട്ടിലിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നാട്ടിലിപ്പോൾ ഒരു 100 ഏജൻസി ഉണ്ടെന്ന് വയ്ക്കുക. ഈ 100 ഏജൻസിയിൽ ഒരു 95 ഏജൻസിക്കാർക്കും ഈ FSU എന്താണെന്നോ അല്ലെങ്കിൽ FSU എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നോ അറിയത്തുണ്ടാകില്ല. ഫസ്റ്റ് തിങ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇടയ്ക്ക് അരയും വാലും കേട്ടിട്ട് വീഡിയോ കട്ടായിട്ട് പോയിട്ട് ചേച്ചി അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു പോയേക്കരുത്. ഓക്കെ, അപ്പോൾ പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി 5 പേരുണ്ടാവുമല്ലോ, ആ 5% ആൾക്കാർക്ക് FSU ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അറിയായിരിക്കും. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിട്ടാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ട്. അത് ഞാൻ അതിൻ്റെ താഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വേറെ കിടക്കുന്നുണ്ട്, അപ്പോഴത്തേക്കും വരാം. ഇപ്പോൾ ഏജൻസിയുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ,
അപ്പോൾ ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, നാട്ടിൽ ഞാൻ +2 കഴിഞ്ഞ് ഞാനിങ്ങനെ ജർമ്മനൊക്കെ പഠിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ ഒരു ഏജൻസിക്കാരെ വിളിച്ച് ചോദിക്കുക, ഹലോ എനിക്കിങ്ങനെ എഫ്എസ്യൂട്ടിന് പോകാനായിരുന്നു, നിങ്ങൾ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറയുക? കൊണ്ടുപോകില്ലെന്ന് പറയുമോ അതെയോ കൊണ്ടുപോകുമെന്ന് പറയുമോ? അവർ ഉറപ്പായിട്ടും പറയും ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഏജൻസിക്കാരും വേണ്ടി ഇപ്പോൾ എഫ്എസ്യൂട്ടിന് അവിടെ ആൾക്കാർ എടുക്കുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാണ് എന്ന് പറഞ്ഞ് നമ്മളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ വിളിക്കുന്ന സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പേരൻസിനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ കുറേ പിള്ളേർ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നതും. ലൈക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണ് ടോക്ക് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതുപോലെ എനിക്ക് കുറച്ച് റീസൺസ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, അത് പേഴ്സണലി അറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്താ പേരൻസ് ഓക്കെ വേണ്ട ഇനി പോണ്ട, നിർത്തിക്കോ എന്നുള്ളതിൽ പറയും. അപ്പോൾ നെക്സ്റ്റ് ഒരു ഭാഗം എന്താണെന്ന് ഏജൻസിക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും ഓക്കെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് നഴ്സിങ്ങിന് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് നഴ്സിംഗ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിനാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഓപ്ഷനിൽ പറയും. അപ്പോൾ പിള്ളേരെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ട് അവരിങ്ങനെ പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 95 ഏജൻസികൾ, 95 എന്ന് പറഞ്ഞാൽ അത്ര ഏജൻസികൾക്ക് അറിയില്ല എന്നല്ല, ഒരു ശതമാനം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് പിള്ളേരുടെ റിക്വയർമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും നോ പറയാൻ പറ്റില്ല. കാരണം നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അവർക്ക് അവിടെ നഷ്ടപ്പെടുന്ന ഒരു ജർമ്മൻ ലാംഗ്വേജ് സ്റ്റുഡൻറ്റിനെ ആവാം, അല്ലെങ്കിൽ ഒരു ഹൗസ് ബിൽഡിങ്ങിന് പോകാൻ കിട്ടുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ആവാം. അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നത് അവരുടെ ഒരു കസ്റ്റമറെയാണ്, അത് അവർ ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല. അപ്പോൾ അറിയില്ലാത്തൊരു കേസ്, അറിയില്ല എന്ന് പറയുന്ന ഒരു 10% ആൾക്കാർ മാത്രമേ ഏജൻസിക്കാരിൽ കാണുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും അറിയാമെന്ന് പറഞ്ഞാൽ പിള്ളേരെ പിടിക്കത്തേ ഉള്ളൂ. ആൻഡ് അവർക്ക് മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വേറൊരു കേസിന് പിള്ളേരെ കയറ്റിക്കൊണ്ടുവരാം. ഇപ്പം ഏജൻസിക്കാർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലല്ലോ. ഇപ്പോൾ പിള്ളേരാണ് പഠിക്കുന്നത്, അവർക്ക് ചൂസ് ചെയ്യേണ്ടത് അവർ തന്നെയാണ്, എഫ്എസ്യൂട്ടാണോ ഹൗസ് ബിൽഡിംഗ് ആണോ എന്നുള്ളത്. ഇപ്പം ആ പിള്ളേർ ഇപ്പോൾ എന്ത് പഠിച്ചപ്പോൾ ഏജൻസിക്കാർക്ക് ഇതില്ല, അവർക്ക് അവരുടെ വർക്കാണ് ഇമ്പോർട്ടൻസ്. ഇതാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. അതല്ലാണ്ട് വേറൊന്നുമല്ല, ഏജൻസിക്കാർക്ക് മെയിനായിട്ട് ഇത് കുറച്ച് പേർക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീമോട്ടിവേറ്റ് ചെയ്തും എഫ്എസ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സെറ്റപ്പിലും ഇവിടെ ഇന്ത്യൻസിന് എടുക്കുന്നില്ല എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സ് ഇറങ്ങുന്നത്. അത് കൂടാണ്ട് പിള്ളേരുടെ ഇടയിൽ തന്നെ ഈ ഒരു റൂമർ പരക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മൊത്തം കൈ നോക്കാം. ഓക്കെ, റൂമർ ഇത് പരക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കൊച്ചു പറയാം, ലൈക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന ഏതെങ്കിലും ഒരു കൊച്ച് പഠിക്കാൻ വേണ്ടി വരുന്ന കൊച്ച് അവിടെ ഭയങ്കര പാടാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് വേറൊരു ഫ്രണ്ടിനെ വേണമെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ. സോ അതിങ്ങനെ നടന്നു പോകുന്നൊരു ദിനചര്യയാണ്, അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ 2025 ഡിസംബർ വരെ എന്താണെങ്കിലും എഫ്എസ്യൂട്ട് ഉണ്ടെന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം ഞാൻ പിള്ളേരെ കൊണ്ടുവരുന്നതാണ്, അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാം. 2025 ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിന് ഞങ്ങളിവിടെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഓക്കെ, കാരണം എടുക്കുന്നുണ്ട് എനിക്കറിയാം. ഓക്കെ, അത് കഴിഞ്ഞുള്ള 2026 കേസ് 2025 നമുക്കറിയാൻ പറ്റും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കേസ്. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ട് ഏജൻസി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ എഫ്എസ്യൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കേസ് ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചോദിച്ചു എഫ്എസ്യൂട്ട് ഓർ ഹൗസ് ബിൽഡിംഗ്, അത് നാട്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കയറി വരുന്നതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓഫ് കോഴ്സ് ഞാനൊരു 100 മാർക്ക് എഫ്എസ്യൂട്ടിനെ കൊടുക്കുള്ളൂ. കാരണം വർക്ക് മാത്രമാണ്, എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, വർക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ വർക്കിൻ്റെ അകത്ത് ഞാൻ സംസാരം പഠിച്ചു, മെയിൻ തിങ് ലാംഗ്വേജ് പഠിച്ചു. ലാംഗ്വേജ് ഇവിടെ ഇല്ലാണ്ട് ഹൗസ് ബിൽഡിംഗ് കയറിയിട്ട് ഒരു കാര്യമില്ല മക്കളെ. കാരണം ഇവിടെ ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഉണ്ട്, എന്നിട്ടും കൂടി നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് കയറുമ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ചില വാക്കുകളൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ഈ നീഡർസാക്സൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ആണ് ജർമ്മൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക് ഉണ്ട്. ഈ 3 സബ്ജക്ട്സ് എനിക്ക് എക്സ്ട്രാ ഉണ്ട്. ഇത് മൊത്തം ഞങ്ങൾ പഠിക്കണം. പൊളിറ്റിക് വരെ നാട്ടിൽ പോലും എനിക്ക് ഇത് രാഷ്ട്രീയത്തിൻ്റെ അതൊരു ഇഷ്ടമില്ലാത്തൊരു സാധനം, അത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇനി പഠിക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വട്ട് കേസാണ്, എനിക്ക് ഭ്രാന്ത് പിടിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജർമ്മൻ പഠിപ്പിക്കും അവർ, ജർമ്മൻ പക്ഷേ സാർ ഇപ്പം നിലവിലില്ല, ഇനി പുതിയ ടീച്ചർ വരും. ഇംഗ്ലീഷും പഠിപ്പിക്കും. ഇംഗ്ലീഷ് പറ്റി ഇപ്പം എന്തോ ഹിന്ദി നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസ്ഥയാണ്. കാരണം ഹിന്ദി എനിക്ക് മാർക്കുണ്ടായിരുന്നു, പക്ഷേ ഒരു വക അറിയത്തില്ലായിരുന്നു. ആ ഒരു അവസ്ഥ ഇപ്പോൾ ജർമ്മനി വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത്. കാരണം ഒന്നും അറിയത്തില്ല, എല്ലാം മറന്നു. ഇംഗ്ലീഷൊക്കെ ഫുള്ള് കഴിഞ്ഞു പോയി. എന്നിട്ട് കഴിഞ്ഞ ദിവസം ടീച്ചർ ഞങ്ങളുമായിട്ട് നോട്ട് സംസാരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ഞാൻ ടീച്ചറിൻ്റെ പണ്ടൊക്കെ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് വാങ്ങിച്ചോണ്ടിരുന്നത് ഞാൻ, ഇപ്പോൾ എനിക്കൊരു കിണ്ടി അറിയാൻ പാടില്ല ഇംഗ്ലീഷ്. ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറയാം, ഇവിടെ ജർമ്മൻ ടീച്ചറിൻ്റെ അടുത്ത്. അമ്മാരി അവസ്ഥയായി ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷൊക്കെ. ജർമ്മൻ പഠിച്ച് ജർമ്മൻ സംസാരിച്ച് അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ മനസ്സിലും വായിലും മൊത്തത്തിൽ. നാട്ടിൽ പോയ ടൈമിൽ ചില വാക്കുകളൊക്കെ ജർമ്മൻ കയറി വരിക, അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ജർമ്മൻ വിട്ടുപോയി, മലയാളത്തിലേക്ക്. എത്ര നമ്മളൊരു ലാംഗ്വേജിൽ
ഫോക്കസ് കൊടുക്കുന്നോ ആ ഒരു ലാംഗ്വേജ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ എപ്പോഴും. അപ്പം ഞാൻ എപ്പോഴും FSUT സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ലാംഗ്വേജ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ക്രൈറ്റീരിയസ് തന്നെ. ലാംഗ്വേജ് എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റി, കുറേ മെഡിക്കൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, എന്താണ് ഏതാണ് ജർമ്മനി എന്ന് എനിക്ക് അറിയാൻ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. വന്ന് ചാടി ഹൗസ് ബിൽഡിംഗ് കയറി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊട്ടനായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കാം ഹൗസ് ബിൽഡിങ്ങിന് ഡയറക്റ്റ് കയറിയിട്ടുണ്ടെങ്കിൽ. കാരണം എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ഇതിന്ന് ഞാൻ പറയാം, എൻ്റെ ക്ലാസ്സിൽ വേറെ പിള്ളേരുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വേറെ ഉണ്ട്, B2 കഴിഞ്ഞിട്ട് വന്നവരാണ്. ഇങ്ങനെ ഇരിക്കുന്നതാണ്, അവർക്കൊന്നും മനസ്സിലാവാറില്ല. ഇങ്ങനെ ടീച്ചറിനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ടീച്ചർ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ഇത് വേണം, ലാംഗ്വേജ് വേണം. ആ ലാംഗ്വേജ് പോലും നമുക്കില്ല. കാരണം ഈ ജർമ്മൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഹോറനൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, നമ്മളിപ്പോൾ ഇവിടെ ഒരു വാക്ക് മറന്നു വെട്ടി പിന്നെ അങ്ങോട്ട് നമുക്ക് കിട്ടൂല, ഇവരെന്താ പറഞ്ഞതെന്നുള്ളത് വിട്ടുപോയി, ഒരു വാക്ക് നഷ്ടപ്പെട്ടാൽ അത് കംപ്ലീറ്റ് പോകും. അതാണ് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ പിള്ളേരുടെ അവസ്ഥ. എനിക്കും എല്ലാം മനസ്സിലാവുന്നൊന്നും അല്ലട്ടോ ഞാൻ പറഞ്ഞത്, എന്നാലും ഒരു 80-85% എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ മാത്രമേ എനിക്കൊന്നും മനസ്സിലാവില്ലാത്തുള്ളൂ, അല്ലാണ്ടല്ല എനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ. FSUT എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ വർക്ക് ഓൾഡ് ഏജ് ഹോമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? വർക്ക് ഓൾഡ് ഏജ് ഹോമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ എൻ്റെ FSUT ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് 2 ഡ്യൂട്ടി ആയിരുന്നു, മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും ആയിരുന്നു. എൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് 6 to 1 മണി അല്ലെങ്കിൽ 2:30 വരെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 11:30 മുതൽ 8 മണി വരെ, അല്ലെങ്കിൽ 1 മണി മുതൽ 8 മണി വരെ, 2 ഡ്യൂട്ടിയാണ് വരാറുള്ളത്. എനിക്ക് പലർക്കും പല രീതിയിലായിരിക്കും, പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ ഒരു മാസം 1.5 മാസത്തോളം ഞാൻ നഴ്സുമാരുടെ കൂടെ നടന്ന് അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ പണി പഠിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ അവർ നമ്മളെ ഒറ്റയ്ക്കാക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഞാൻ ആദ്യമൊക്കെ നഴ്സുമാരുടെ കൂടെ വർക്ക് ചെയ്യലായിരുന്നു പതിവ്, അവരുടെ കൂടെ പോയി അവരെ സഹായിക്കുമായിരുന്നു, അവരതെടുക്കാൻ പറഞ്ഞത് എടുത്തു കൊടുക്കും, അങ്ങനെ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യെ എന്നെ തന്നെ ഒരാളുടെ റൂമിലേക്കൊക്കെ പറഞ്ഞു വിട്ടു തുടങ്ങി. അപ്പം പണി പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം ഞാൻ പണി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും പിന്നെ കംപ്ലീറ്റ് എൻ്റെ കയ്യിലേക്ക് തന്നു ഉത്തരവാദിത്തം. അതായത് ഒരു സ്റ്റേഷൻ ഞാൻ എൻ്റെ കൺട്രോളിലായിരിക്കും. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് 3 നിലയാണുള്ളത്. 3 നിലയിൽ ഒരു നിലയിലൊക്കെ ചിലപ്പോൾ 12-13 ആൾക്കാരുണ്ടാവും. ആ 13 ആൾക്കാരൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ടുണ്ട് FSUT ചെയ്യുന്ന ടൈമിൽ. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കുന്നില്ല. സോ വാഷ് ചെയ്യണം, കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കണം, ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ എല്ലാം നമ്മൾ തന്നെ ഇത് ചെയ്യണം, ഫെർട്ടൈലൻസ് ചെയ്യാന്ന് പറയും, എന്താ പറയുക, എല്ലായിടത്തും എത്തിച്ച് കൊടുക്കുക. അതുപോലെ ചിലരെ നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും, വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ താഴെ പോയി നമുക്ക് ജോലി ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ ജോലി ഹാൻഡ് ഓവർ ചെയ്യും. ഇപ്പം ഞാൻ മാത്രമേ ഒരു സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ ആ സ്റ്റേഷനിലെ കാര്യങ്ങൾ അറിയുള്ളൂ. അതായത് ഇപ്പം ആർക്കെങ്കിലും തലകുറ്റിലുണ്ടായോ, ആർക്കെങ്കിലും ഛർദി ഉണ്ടായോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേഴ്സല്ല, ഞാൻ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ല, ഞാൻ അപ്പം തന്നെ വേറൊരു നേഴ്സിനെ അറിയിക്കണം. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വേറൊരു നേഴ്സിനെ അറിയിക്കണം. കാരണം ആ ഒരു കേസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം എനിക്കില്ല, ഞാൻ അവരെ അറിയിക്കുക. പക്ഷേ ഇത് ഞാൻ ഡീൻസ്റ്റ് പോകുമ്പോഴത്തേക്കും, യൂബർഗാബിക്ക് പോകുമ്പോഴത്തേക്കും ഡീൻസ്റ്റ് കൈമാറാൻ വേണ്ടി പോകുമല്ലോ, ആ ടൈമിൽ ഞാൻ അവരുടെ അടുത്ത് കംപ്ലീറ്റ് പറയണം ആ നിലയിൽ അന്ന് എന്തൊക്കെ സംഭവിച്ചു, രാവിലെ ഞാൻ പോയപ്പോൾ ആരൊക്കെ കുളിപ്പിച്ചു, ആരൊക്കെ കുളിപ്പിച്ചപ്പോഴത്തേക്ക് അവരുടെ മേത്തൊക്കെ എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ റെഡ് ആയിട്ട് തൊലി പോവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയണം. അപ്പോൾ കുറേ നമ്മുടെ വൊക്കാബുലറി ഇതാവും. കാരണം ഫസ്റ്റൊക്കെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, പച്ചമലത്ത് പറയുകയാണെങ്കിൽ അപ്പിടുന്ന കേസിൽ നമുക്കിവിടെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതിന് എന്താ ഇവിടെ ജർമ്മനി പറയാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേഴ്സുമാരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ പറയുന്ന ഭാഷയായിരിക്കുമല്ലോ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലാണ്ട് ഇതിൻ്റെ കറക്റ്റ് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലൊന്നും നമുക്ക് പറഞ്ഞു തരില്ലല്ലോ. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറയും ഇന്ന ആള് എന്നെ കാക്കൻ ചെയ്തു, അങ്ങനെ എന്തോ പറയായിരുന്നു എൻ്റെ അടുത്ത്, കാക്കനോ അങ്ങനെ എന്തോ പറയും, മറന്നേ, കറക്റ്റ് കേസ് ഞാൻ മറന്നേ. അപ്പം അങ്ങനെ പറയായിരുന്നു. അപ്പം ഞാൻ ഈ ബർഗാവിക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഈ സെയിം കേസ് അവിടെ പറയും. കാരണം എനിക്ക് അതിൻ്റെ വേറെ ഫാഹ് ബെഗ്രിഫ് എന്ന് പറയും ജർമ്മനി പറയുകയാണെങ്കിൽ. കറക്റ്റ് വേർഡ് എനിക്കറിയില്ല, ഈ മെഡിസിൻ പരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇത് ചിരിച്ച് അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേർഡ് എനിക്കറിയത്തില്ല, ഇവർ പറഞ്ഞു തരണമല്ലോ, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാന്നുള്ള ചെറുപ്പിലായി. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറാൻ നിന്നപ്പോഴത്തേക്കും ഇവർ എനിക്ക് സെറ്റാക്കി തന്നത്. 2 മാസം കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കും ഇവർ എനിക്ക് പറഞ്ഞു വന്നു. എന്നാലും എൻ്റെ വായിൽ എപ്പോഴും ഇത് വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പയ്യെ
വേർഡ് മാറ്റി യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല ലാംഗ്വേജ് നിനക്കുണ്ടെന്ന് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പരിഗണന കുറവാണ്. എൻ്റെ ക്ലാസ്സിൽ ബാക്കി ഒരു 4-5 പിള്ളേരുണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, അവരെക്കാളും പരിഗണന എനിക്ക് കുറച്ച് കുറവാണ്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ നേർക്കായിരിക്കും. അറിയാമെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല, അവിടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, മെഡിസിൻ കൊടുക്കാനുള്ള അധികാരമില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ രീതിക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം. അവരുടെ അടുത്ത്, നഴ്സുമാരുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പറയുമോ, എന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റും. FSOT എല്ലാ സ്റ്റേറ്റിലും ഉണ്ടോ? എൻ്റെ അറിവിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഓക്കെ. പ്രോസസ്സിങ്ങിൻ്റെ ലാഗ് ചോദിച്ചിട്ടുണ്ട്. പ്രോസസ്സിങ്ങിൻ്റെ ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലാത്തൊരു കേസാണ്. എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അതുള്ളത്. 3, 4, 5 മാസം കൊണ്ടൊന്നും എല്ലാവർക്കും ഒന്നും കയറി വരാൻ പറ്റില്ല. വരാൻ പറ്റും, കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ വരാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യം വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഭാഗ്യം. കാരണം എനിക്കത് ഉള്ളത് കൊണ്ടും എനിക്കത് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനത് പറയും. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയും, ഭാഗ്യം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ അത് പറയുകയാണെങ്കിൽ എൻ്റെ ഇക്കായ എൻ്റെ അനിയനും പറയും ഭാഗ്യമൊന്നും ഇല്ല, നീയൊക്കെ ചുമ്മാണെന്ന് പറയണമെന്ന് എൻ്റെ അടുത്ത് പറയും. പക്ഷെ നമുക്കത് വിശ്വാസം വന്നിടത്തോളം നമ്മളത് യൂസ് ചെയ്യുമല്ലോ. ഇന്നാളെ ഞാൻ ഏതോ ഒരു കമൻറ്റ് കണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഭാഗ്യമില്ല എന്നുള്ളൊരു ഇതിൽ. ഞാൻ പറയും എനിക്ക് ഭാഗ്യമുണ്ട്, നല്ല ഭാഗ്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് വേഗം കിട്ടിയത് അതുകൊണ്ടാണെന്ന് ഞാൻ പറയും. ഇപ്പോഴും അർഹതയുള്ള പിള്ളേർക്ക് പലർക്കും കിട്ടാണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഭാഗ്യമില്ല, ഞാനതേ പറയുള്ളൂ. ഓക്കെ. ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ. FSOTന് ഒരു പ്ലേസേ കൊടുക്കുള്ളൂ. FSOT അല്ലെങ്കിൽ BFD, ഇത് രണ്ടിനും നമുക്കിവിടെ ഒരു പ്ലേസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ FSOTനായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ ഇനി ജൂലൈ ലാസ്റ്റിനായിരിക്കും ഇറങ്ങുന്നതെന്ന് വെക്കുക, എക്സാമ്പിൾ. അപ്പോൾ അവർ ഓഗസ്റ്റ് 1 മുതൽ വേറെ ആളെ തരണമല്ലോ. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറയും, ഞാൻ ജനുവരി പറയുകയാണ് ഇവരുടെ അടുത്ത്, ജനുവരി ഒരു 30 ഞാൻ ഇവരുടെ അടുത്ത് വന്ന് പറയുകയാണ് ഞാൻ ഹൗസ് ബിൽഡിങ്ങിന് കയറുകയാണ് കേട്ടോ, ഓഗസ്റ്റ് മുതൽ ഞാൻ FSOT ജൂലൈയിൽ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. അപ്പോൾ അവർ ആ ഓൺ ദ സ്പോട്ട് മുതലോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ FSOTന് വേറൊരാളെ തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഫെബ്രുവരിയിൽ മേ ബി ഒരു ആപ്ലിക്കേഷൻ കിട്ടി, ആളെ ഇൻ്റർവ്യൂ നടത്തി, മാർച്ച് ആയപ്പോഴത്തേക്ക് ആൾക്ക് കോൺട്രാക്റ്റ് എല്ലാം കൊടുത്ത് ഓഗസ്റ്റിലേക്ക് സെറ്റാക്കി വയ്ക്കും. പിന്നെ അത്രയും നാൾ ആ നാട്ടിലുള്ള ആ വ്യക്തിക്ക് ചുമ്മാ ഇരിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം വരുന്നത്. ഇപ്പോൾ ഒരു കൊച്ചു പറയാണ് ഞാൻ ഇറങ്ങുന്നില്ല, 18 മാസം ഞാൻ നിൽക്കാം. ഞാൻ തന്നെ പറഞ്ഞു ഞാൻ ജൂലൈയിൽ ഞാൻ ക്വിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഒരു 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുവാണ് എന്ന് പറയുമെന്ന് വയ്ക്കുക. 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർക്ക് അത് കഴിഞ്ഞ ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പ്ലേസ് അവർ കൊടുക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ. അങ്ങനെയാണ് ടൈമിങ്ങിൻ്റെ ഇത് വരുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് അവർ എപ്പോഴാണോ ഇറങ്ങുന്നത് ആ ഒരു ടൈമിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം മേ ബി അതനുസരിച്ചിട്ട് ചിലപ്പോൾ 2-3 മാസത്തിനുള്ളിൽ കിട്ടാം, അല്ലെങ്കിൽ 1 വർഷം എടുക്കാം, അല്ലെങ്കിൽ 1.5 വർഷം എടുക്കാം. ഡിപ്പെൻഡ് ആയിരിക്കും ഓരോ ആൾക്കാരുടെ കേസിൽ. ഓക്കെ. പിന്നെ വർക്കിംഗ് അവേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 6 to ഒരു ടൈമില്ലേ, അങ്ങനെ. പിന്നെ ഒരു ആഴ്ചയിൽ 40 അല്ലെങ്കിൽ 39 അല്ലെങ്കിൽ 38 മണിക്കൂർ, എനിക്ക് 38-39 കണ്ടായിരുന്നു വർക്ക് ചെയ്യണം. അങ്ങനെയാണ് വരുന്നത്. അത് അവർ നമുക്ക് ഡീൻസ് പ്ലാൻ തരും. വർക്കിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാവും. ഒരു മാസം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കംപ്ലീറ്റ് മാസത്തെ പ്ലാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇൻടേക്ക് ചോദിച്ചിട്ടുണ്ട്. ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിങ്ങിൻ്റെ ലാഗ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൊച്ച് ജൂണിൽ ഇറങ്ങുവാണ്, ഇപ്പോൾ ജൂലൈ മുതൽ ആ സ്ഥലത്ത് ആൾക്കാരെ അവർ നോക്കണം, അല്ലെങ്കിൽ അതിന് മുന്നേ അവർ നോക്കി തുടങ്ങും ജൂലൈയിലേക്ക്. അപ്പം അങ്ങനെ ആയിരിക്കും ഇൻടേക്ക് വരുന്നത്. എപ്പോഴാണോ പിള്ളേർ ഇറങ്ങുന്നത് ആ ടൈമിലായിരിക്കും അവർ എടുക്കുന്നത്. അപ്പം ചിലപ്പം നമുക്ക് എല്ലാ മാസവും ഇൻടേക്ക് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ കറക്റ്റായിട്ടായിരിക്കും ഇൻടേക്ക് വരുന്നത്. അങ്ങനെ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം നമുക്ക് സെലക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ സെലക്ട് ചെയ്യാം. നമുക്ക് സ്ഥലം സെലക്ട് ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റൽ വേണം, ഓൾഡ് ഏജ് ഹോമും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഹൗസ് ബിൽഡിംഗ് അല്ല, FSOT ആണ്. കാരണം ഹൗസ് ബിൽഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്ലേസസ് ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. FSOTന് അത്രയും കൊടുക്കില്ല ഇവർ, അത്ര ഇല്ല. ഹൗസ് റെൻറ്റേഴ്സിന് പ്രത്യേകിച്ച് ഭയങ്കര കുറവാണ്, ഇവിടെയുള്ള പിള്ളേരെ പോലെ അല്ല. അപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ FSOTന് കൊടുക്കുമ്പോൾ നമുക്കൊരു 8 മാസമോ അല്ലെങ്കിൽ 1 വർഷം എടുത്ത് ചിലപ്പോൾ കിട്ടുന്ന 1, 2, 3 ഇൻ്റർവ്യൂ ആയിരിക്കും. ആ 1, 2, 3 ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പ്ലേസിലും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലാണെന്ന് വെക്കുക, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനോ താല്പര്യം വെക്കുക, അത് എടുത്തേ പറ്റുള്ളൂ. നിങ്ങളത് എടുത്തു പോകും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നാട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ കിട്ടുന്നത് വരെ. ഹോസ്പിറ്റലിൽ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിലും അത്രയും ലാംഗ്വേജ് നോക്കിയിട്ട് മാത്രമേ എടുക്കുള്ളൂ. ഈ ഓൾഡ് ഏജ് ഹോം പോലെ ലാംഗ്വേജ് കുറവുള്ള പിള്ളേരൊന്നും ഹോസ്പിറ്റലിൽ എടുക്കാൻ ചാൻസസ് ഭയങ്കരമായിട്ട് കുറവാണ്. നല്ല ലാംഗ്വേജ് ഉള്ളവർ മാത്രമേ അവരെടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പം കിട്ടുന്ന
കിട്ടുന്നത് എടുത്തിട്ട് പോരെ, ഭയങ്കര പാടാണ് ഇപ്പോൾ കിട്ടാനാണെങ്കിലും. ഇപ്പം നമുക്ക് വേഗം നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് കിട്ടുമോ? ലീവ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേഗം നാട്ടിൽ പോകേണ്ട സിറ്റുവേഷൻ എന്താ? എൻ്റെ ഓർഗനൈസേഷനിൽ ലീവ് തരുമെന്നുള്ളത് എനിക്ക് അറിയില്ല, കാരണം അവിടെ ഒരു സൈസ് ആൾക്കാരാണ്, എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഓൺ ദി സ്പോട്ടിൽ ലൈക്ക് ഇന്ന് അവന് ലീവ് വേണം, ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തേക്കോ ലീവ് വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവൻ വേഗം തന്നെ ബോസിൻ്റെ അടുത്ത് സംസാരിച്ചു, അവർ ലീവ് കൊടുത്തു, ഓൺ ദി സ്പോട്ടിൽ തന്നെ നാട്ടിലേക്ക് പോയി. അപ്പം അങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വെക്കേഷനിൽ നിന്ന് അവർ ചിലപ്പോൾ അത് കട്ട് ചെയ്തോളും, ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലായിടത്തും ഓൺ ദി സ്പോട്ടിൽ തരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയും വലിയൊരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി തരുമായിരിക്കും, നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തരുമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. എൻ്റെ സ്ഥലത്ത് തരുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തൊരു കാര്യത്തിന് എനിക്ക് അറിയില്ല എന്ന് പറയാൻ അറിയുള്ളൂ. പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഓൺ ദി സ്പോട്ടിൽ പോയിട്ടുണ്ട്. വിത്തിൻ അവേഴ്സിൽ വേണമെങ്കിൽ പോയി എന്ന് പറയാം. അപ്പം പറ്റും. ഹോസ്പിറ്റൽ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ജൂലൈ 29 മുതൽ എൻ്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലേക്ക് പോവാണ്. ഇനി ഏകദേശം ഒരു മാസമുണ്ട്. അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലേക്ക് മാറുകയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുണ്ടോ കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൽ നമുക്ക് ഓരോ സെക്ഷൻ ഇങ്ങനെ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം അത് പോയ ശേഷം ഞാൻ എൻ്റെ ഹൗസ് ബിൽഡിംഗ് എക്സ്പീരിയൻസിൻ്റെ കൂടെ, ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഞാൻ. അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൂടെ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അറിയില്ലാത്തൊരു കാര്യം പറയുന്നതിലും നല്ലത് അറിഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നതല്ലേ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും FSOട്ടിന് നിങ്ങൾ ഹോസ്പിറ്റൽ ഓൾഡ് ഹോം എവിടെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കഴുകലും പറക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. അതല്ലാണ്ട് മെഡിക്കൽ റിലേറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇല്ല. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇല്ല. കാരണം നമ്മളതിന് അലൗഡ് അല്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കായിരിക്കില്ല കുറ്റം, നമ്മളത് ഏൽപ്പിച്ച ആൾക്കാർക്കും കുറ്റം. അതുകൊണ്ട് അത് ഉണ്ടാവില്ല. അതല്ലാണ്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ക്ലീൻ ചെയ്യലോ അതും ഇതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എന്താണ് ഫിസിയോട്ടിൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. എങ്കിലും മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കും. ബാക്കിയുള്ള കേസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഫിസിയോട്ടി എക്സ്പീരിയൻസിനെ പറ്റി. പിന്നെ ഇതിൽ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രക്കുള്ളൂ. എൻ്റെ എല്ലാ എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും നല്ലതും ചീത്തയും നടക്കും. എനിക്കും നല്ലതും ചീത്തയും നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പോട്ട് കണ്ട് പോവുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊള്ളില്ല അങ്ങനെ എന്ന് പറഞ്ഞിട്ട് മാറേണ്ട ആവശ്യമില്ല. കാരണം കിട്ടിയതും കൊണ്ട് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാത്ത പിള്ളേർ ഇപ്പോഴും ഉണ്ട്. നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണല്ലോ, അപ്പോൾ നമ്മൾ തട്ടിക്കളയരുത്, അത്രേ ഉള്ളൂ. അപ്പം കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിലും കൊള്ളില്ലാത്ത കൊളീഗ്സ് ഉണ്ടാവും. അപ്പോൾ ബോസ് കൊള്ളില്ലെങ്കിൽ തന്നെ ആ സ്ഥലം നമുക്ക് പോയതാ. പക്ഷേ എൻ്റെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ ഓക്കെ ആയിട്ട് പിടിച്ചു നിന്നു. കാരണം ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല. പിന്നെ ഇവിടെ റേസിസം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല വലിയവരായിട്ട്. ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി പഠിപ്പിക്കും. എൻ്റെ അവിടെ ഉള്ള ഓൾഡ് ഏജ് ഹോമിലുള്ള അമ്മമ്മമാരും അപ്പപ്പന്മാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി പറഞ്ഞേ പറ്റുള്ളൂ. അവിടെയുള്ള കൊളീഗ്സിനേക്കാളും ഏറ്റവും എനിക്കിഷ്ടം അവരെയാണ്. കാരണം അത്ര അടിപൊളിയാണ്. നമ്മളത്രയും ചെറുതായിട്ട് അവരിൽ ഒരാളായിട്ടാണ് അവർ നമ്മളെ കാണുന്നത്. അവിടെ ഒരു അമ്മാമ്മയുണ്ട്. പുള്ളിക്കാരിക്ക് അത്യാവശ്യം വിവരമുള്ള കേട്ടോ. ഒരു ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, പോകുമ്പം ഉമ്മച്ചിയെടുത്ത് പറഞ്ഞേരെ എനിക്ക് ഇവിടെ ഒരു അമ്മയുണ്ട്, എന്നെ നോക്കാൻ എനിക്ക് ഇവിടെ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞേരെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ നമുക്ക് അത്ര ക്ലോസ് ആവാൻ പറ്റില്ല ഇവരുടെ അടുത്ത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുമല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളോട് നോക്കണം. നമുക്ക് എല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല ഇവരുടെ അടുത്ത്. അങ്ങനെ കുറച്ച് കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എഫിസിൻ്റെ ടൈമിൽ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ അടിപ്പാടിയായിട്ട് ഓരോ കേസൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് എടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പറയരുത്. അതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്കും നമ്മളെ വലിയ കാര്യമാണ്. അവരുടെ റിലേറ്റീവ്സ് വരും, മക്കളും എല്ലാവരും കാണാനൊക്കെ വരും. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ മോക്കും കെട്ടിയവനൊക്കെ എന്നെ ഭയങ്കര കാര്യം എവിടെ വെച്ച് കണ്ടാലും ഉണ്ട്. ഇപ്പം ഞാൻ ചുമ്മാ കഴിഞ്ഞ ദിവസം റോട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ താമസിക്കുന്ന ഒരു പുള്ളിയുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഇവിടെ തൊട്ടടുത്താണ് വർക്ക് ചെയ്യുന്ന. അപ്പോൾ ഇവരെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ പുള്ളി ഒരു ദിവസം അങ്ങൊരു
100 മീറ്റർ അപ്പുറത്തു നിന്നായിരിക്കും എന്നെ കണ്ടേ. അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൈഡിൽ നിന്നാണ് കണ്ടത്. ഒരു റോഡിൻ്റെ കുറച്ചപ്പുറം പുള്ളി ഇരിക്കുക, കുറച്ചിപ്പുറം ഞാൻ നടന്നു വരിക. എന്നെ കണ്ട് പുള്ളി മനസ്സിലാക്കി കൈ പൊക്കി കാണിച്ചു, ഒരപ്പാപ്പൻ. അപ്പോൾ അത്രയും നമ്മളോട് കാര്യമുണ്ട്. അതെനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയും ഇഷ്ടമാണ് നമ്മളെ. എന്നെ ആ ഒരു കുഞ്ഞു കൊച്ചായിട്ട് അവർ കാണുന്നത്. അപ്പം നമുക്കും ആ ഒരു സ്നേഹം അവരുടെ അടുത്ത് വരുമല്ലോ. എനിക്കതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോയാലും ഞാൻ എല്ലാവരുടെ അടുത്തും പോയി മിണ്ടും. എല്ലാ റൂമിലും കയറി എല്ലാവരെയും കണ്ട് ഞാൻ സംസാരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ ഓരോ കഥകൾ പറയും. ഞാൻ പോയതേ ഇപ്പം ഞാൻ നാളെ മുതലേ ജോലിക്ക് പോവാം. അപ്പം പോയതേ എൻ്റെ അടുത്ത് അമ്മമാരോ എന്ന് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്, ഇനി എന്നാ ഉരുളോപ്പുള്ളേ, ഇനി എങ്ങോട്ടാ പോകുന്നത്, ഇനി എപ്പോഴാണ് ക്രങ്ങൻ ഹൗസ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും അവർ വന്ന് ചോദിക്കും. അത്ര നമ്മളോട് താല്പര്യം. ഞാനങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ, എനിക്ക് അറിയത്തില്ല. അപ്പം അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് സൈൻ ആണല്ലോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ. കാരണം അവരാണെന്നുണ്ടെങ്കിലും വേറെ കൊളീഗ്സിൻ്റെ അടുത്ത് നമ്മളെ പറ്റി ഡിസ്കസ് ചെയ്യും, ആ കൊച്ചെന്ത് പോവാം. അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് കിട്ടും, ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ. അപ്പം യെസ്, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കുട്ടി എഫ്എസ്യുവിൻ്റെ എക്സ്പീരിയൻസ് വീഡിയോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ക്ലിയറായി. എൻ്റെ എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയേണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എഫ്എസ്യുവിൻ്റെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ, ഏജൻസിക്കാർ പറയുന്ന കേസ് ഇതൊക്കെ ഉള്ളതാണോ, ആൻഡ് സ്റ്റൈഫിനോട് ജീവിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കേസസ് ആയിരിക്കും. അതിൻ്റെ കൂടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ എനിവേ ഞാൻ ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഹൗസ് ബിൽഡിങ്ങിൻ്റെ വീഡിയോൻ്റെ അകത്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം എനിവേ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.